friends, നമ്മുടെ talking talk video. ഹലോ ഫ്രണ്ട്സ്, ആർട്ട് മേക്കർ എന്ന ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ Vaishak. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. കാരണം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വെള്ളത്തിൽ കത്താൻ പോകുന്ന ക്യാൻഡിലാണ്. അപ്പോൾ മെഴുകുതിരിയൊക്കെ വെള്ളത്തിൽ എങ്ങനെ കത്തി നിൽക്കണമെന്ന് ആലോചിച്ചപ്പോൾ എന്ത് ഭംഗിയായിരിക്കും. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിത് ഉണ്ടാക്കാൻ ഇതുപോലത്തെ കണ്ണാടി ഉള്ള പോലത്തെ പാത്രത്തിലാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാൻ ആദ്യം വേണ്ടത് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റാണ്. അത് നിങ്ങൾക്ക് സ്റ്റിക്ക് ഫയലോ അങ്ങനെ എന്തെങ്കിലും കവറൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്കിത് ആദ്യം വന്നിട്ട് ഒരു ചെറിയ പീസ് വന്നിട്ട് നമുക്കിതിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് ഇതുപോലെ ഒരു ചെറിയ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതൊന്ന് ചെറുതായിട്ട് റൗണ്ട് ആയിട്ടൊന്ന് കട്ട് ചെയ്യണം. ഇതാ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിന്റെ നടുവില് ചെറുതായിട്ടൊരു ഹോൾ ഉണ്ടാക്കണം. അപ്പോൾ നമ്മുടെ ഹോള് റെഡി ആയി കഴിഞ്ഞു. ഇനി നമ്മളിതാ ഈ ഒരു പ്ലാസ്റ്റിക് ഷീറ്റിന്റെ ഉള്ളിൽ കൂടി ഒരു തിരി നമ്മൾ എടുക്കണം. എന്നിട്ട് അത് ഇതിന്റെ ഉള്ളിൽ കൂടി നമുക്ക് കയറ്റണം. അപ്പൊ നമ്മളിതാ ഈ ഒരു നീളത്തിന് വേണം തിരി കയറ്റാൻ. ഇതാ അപ്പൊ നമ്മൾ ഈ ഗ്ലാസ്സിലേക്ക് വേണ്ട വെള്ളമാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ഗ്ലാസ് എടുത്തിട്ട് ഇതിൽ വല്ല ഫുഡ് കളറോ അല്ലെങ്കിൽ വല്ല പെയിന്റോ നമുക്ക് ചേർക്കണം. അപ്പൊ ഞാൻ ഇതിൽ ഫുഡ് കളറാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ആദ്യം ഞാൻ ഒരു ഓറഞ്ച് കളർ ഇതിൽ ഇങ്ങനെ ചേർക്കുന്നു, ഒരു ചുവപ്പ് പോലെ. എന്നിട്ട് അതിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കണം. കുറച്ചെന്ന് വെച്ചാൽ ഈ ഗ്ലാസ്സിൽ നിറയണ വരെ. വേണ്ട, ഈ ഒരളവിന് നമ്മൾ ഒഴിച്ചേക്കണം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ തിരിയില്ലേ, അത് നമുക്ക് ഇതിലേക്ക് വെച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ കുറച്ച് എണ്ണ എടുക്കുക. എന്നിട്ട് അത് വന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമുക്ക് ഇനി ഇത് കത്തിക്കാം. അപ്പൊ ഫ്രണ്ട്സ്, കണ്ടില്ലേ നമ്മുടെ വാട്ടർ ക്യാൻഡിൽ റെഡി. കണ്ടില്ലേ, വെള്ളത്തിലാണ് നമ്മളുടെ ഈ ക്യാൻഡിൽ കത്തിക്കൊണ്ട് നിൽക്കണേ. അപ്പൊ കണ്ടില്ലേ, നമ്മളിങ്ങനെ കാണുമ്പോൾ നല്ല രസമായിരിക്കും. ഇതെന്താ വെള്ളത്തിൽ എങ്ങനെയാണോ ഈ ക്യാൻഡിൽ വന്നിട്ട് ഇങ്ങനെ തീ വന്നിട്ട് ഇങ്ങനെ കത്തി നിൽക്കണേ. അപ്പൊ ഞാൻ നിൽക്കുന്നത് ഒന്നും കൂടി കാണിച്ചു തരാം അടുത്ത്. അപ്പൊ നമ്മുടെ ഒരു ക്യാൻഡിൽ കണ്ടു. ഈ ഇതേ പ്രോസസ്സ് വെച്ചിട്ട് നമുക്ക് ഇനി വേറെ എങ്ങനത്തെ നല്ല ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ക്യാൻഡിൽ എങ്ങനെ ഉണ്ടാക്കാൻ എന്നുള്ളത് കാണാം. അപ്പൊ ഞാൻ ഇതുപോലത്തെ ഒരു പാത്രം എടുത്തിട്ട് ഇനി നമുക്കിതിൽ ആദ്യം വെള്ളം ഒഴിക്കാം. അപ്പൊ ഇനി നമുക്ക് അതിൽ കുറച്ച് കളർ മിക്സ് ചെയ്യാം. അപ്പൊ ഞാൻ കളറിന് വേണ്ടി ഊജാരയാണ് എടുക്കാൻ പോകുന്നത്. കാരണം അത് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. എന്നിട്ട് അതൊരു കുറച്ച് എത്തില്ല. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് നമ്മുടെ കളർ മിക്സ് ചെയ്തു. ഇനി ഞാനത് കുറച്ചുകൂടി ഡെക്കറേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ഹാർട്ടിന്റെ പീസുകളൊക്കെ ബ്ലാക്ക് കളർ പേപ്പറിൽ നമ്മളിങ്ങനെ വെട്ടി വെച്ചിട്ട് അതൊക്കെ ഞാൻ ഇതിന്റെ അരിയിട്ട് ഇങ്ങനെ വെച്ചത്. അപ്പൊ നമുക്ക് കാണാൻ നല്ല ഭംഗിയായി. അപ്പൊ നമ്മൾ ഈ നേരത്തെ പോലെ തിരി വെച്ച് നമുക്ക് ഇനി എണ്ണ ഒഴിക്കാം. അപ്പൊ നമുക്ക് ഇനി ഇത് കത്തിക്കാം. അപ്പൊ ഫ്രണ്ട്സ്, കണ്ടില്ലേ നമ്മുടെ അടുത്ത സാധനം റെഡിയായി. നിങ്ങൾക്കിത് എങ്ങനെ ഉണ്ടെന്ന് കാണണ്ടേ? അപ്പൊ നമ്മളിനി നമ്മുടെ അടുത്ത ക്യാൻഡിലിന് യൂസ് ചെയ്യാൻ പോണത് യെല്ലോ കളറാണ്. അപ്പൊ നമ്മൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കാം. ഇനി നമുക്ക് ഈ യെല്ലോ കളർ ഈ വെള്ളത്തിൽ ആകെ ഫുള്ളായിട്ട് മിക്സ് ചെയ്യാം. അപ്പൊ നമ്മുടെ യെല്ലോ കളറിലുള്ള വെള്ളം റെഡിയായി. ഇനി നമുക്കിത് ഈ തിരിയും ഈ പ്ലാസ്റ്റിക് ഷീറ്റില്ലേ ഈ സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം. നേരത്തെ ചെയ്ത പോലെ അതേപോലെ ഇത് ഉണ്ടാക്കിയിട്ട് ഇതിലേക്ക് വെക്കാം. അപ്പൊ നമുക്ക് ഇത് കത്തിച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ ഈ സാധനം റെഡിയായി. ഇനി നിങ്ങൾ വീട്ടിൽ വെറുതെ ഈ മെഴുകുതിരിയൊക്കെ ഇല്ലേ മേടിച്ച് കാശ് വേണ്ട, ഇതുപോലെ ചെയ്താൽ മതി.
ഫ്രണ്ട്സ് കണ്ടില്ലേ നമ്മുടെ ക്യാൻഡിൽ, വാട്ടർ ക്യാൻഡിൽ എത്ര സൂപ്പർ ആയിട്ടാണുള്ളതെന്ന്. അപ്പൊ നിങ്ങൾക്ക് വന്നിട്ട് മെഴുകുതിരി ഒന്നും ആവശ്യമില്ലാണ്ട് വാങ്ങിക്കേ വേണ്ട. നിങ്ങൾ ഇതുപോലെ വന്നിട്ട് ചെറിയ ഇതിൽ വന്നിട്ട് ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ മതി. കാണാൻ നല്ല ഭംഗിയായിരിക്കും. കറണ്ട് പോയാലൊക്കെ അടിപൊളിയായിട്ട് ഉപയോഗിക്കാം. അപ്പൊ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വാട്ടർ ക്യാൻഡിൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കമന്റ് ചെയ്യൂ, പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യൂ.